പിന്നെ ആൾക്കാരുടെ ഇമോഷൻസിനെ നമ്മൾ പണയം വെച്ച് അവർ വേറെ എക്സ്ട്രീമിലേക്ക് അവരെ പുഷ് ചെയ്ത് ഗിനിപ്പിക്കുകളെ പോലെ അവരെ യൂസ് ചെയ്യുന്നതാണെന്ന് പറഞ്ഞാലും ശരിയാണത്. അതിന് അങ്ങനെ ഒരു ആംഗിൾ ഉണ്ട്. അതിപ്പോ എല്ലാം അങ്ങനെയല്ല, സിനിമ അങ്ങനെയല്ലേ. ആൾക്കാർ ഈ പറയുന്ന പോലെ ആൾക്കാരെ സന്തോഷം ഉണ്ടാക്കാനും അവർക്ക് എക്സൈറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ പുഷ് ചെയ്തിട്ട് ഞാൻ ന്യൂഡായിട്ട് അഭിനയിച്ചത്. സിനിമ അങ്ങനെ തന്നെയല്ലേ, നമ്മുടെ എല്ലാ ആർട്ടും അങ്ങനെ തന്നെയാണ്. അതിൽ ആർട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ആള് അയാളെ പുഷ് ചെയ്ത് തന്നെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവർക്ക് ഇപ്പുറത്തെ രീതിയിൽ ഫെയിമും പൈസയും അവർക്ക് സമാധാനമൊക്കെ കിട്ടുന്ന പോലെ തന്നെ ബിഗ് ബോസിനും അതെല്ലാം ചെയ്യുന്നുണ്ട്. അല്ലാതെ അവരെ മറ്റേ അടിമകളാക്കി പിടിച്ചോണ്ട് വന്നിട്ട് ക്യാമറ വെച്ചിട്ട് ഷൂട്ട് ചെയ്യല്ലോ. അവരുടെ നിന്ന് എഴുതി മേടിച്ച് പൈസ കൊടുത്ത് ഇഷ്ടത്തോടു കൂടി അവരുടെ പൈസ കൊടുത്ത്, അല്ലാതെ അവരുടെ മാനിപ്പുലേറ്റീവ് കൺസേൺ എടുത്തിട്ടൊന്നും അല്ല ചെയ്യുന്നത്. നിങ്ങൾക്ക് നാളെ ഇത് തരും അത് തരും എന്നുള്ള ഒരു പരിപാടിയിലൊന്നും അല്ല. ഷോയ്ക്ക് വ്യക്തമായ പൈസ ഉണ്ട്, ഇവരുടെ അടുത്ത് എന്റർടൈൻമെന്റ് പരിപാടിയാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും അത് തന്നെയാണ് ചെയ്യുന്നത്. അല്ലാതെ അതിൻ്റെ അകത്തൊന്നും മാനിപ്പുലേറ്റീവ് കൺസെന്റ് പുറത്തൊന്നും അല്ല ചെയ്യുന്നത്. ആരെയാണ് ഇഷ്ടം ബിഗ് ബോസിൽ? ഈ സീസണിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതല്ലേ, ഈ സീസണിൽ അവര് മാറ്റിപ്പിടിച്ചിട്ട് ഈ സീസണിൽ അവരെനിക്ക് തോന്നുന്നു അവരുടെ ഏക അജണ്ട എന്ന് പറഞ്ഞാൽ എല്ലാ സീസണുകളിലും ആർമീസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് ഒരു ടുവേർഡ്സ് ഒരു 50 ഒക്കെ കഴിയുമ്പോഴത്തേനും ഒരാള് വിന്നർ ആവും, അല്ലെ ഒരാൾക്ക് കൂടുതൽ ഫാൻസ് എന്നുള്ള രീതിയിൽ വരുന്നായിരുന്നു കഴിഞ്ഞ ബിഗ് ബോസ്. അല്ല, ഇപ്പൊ നമുക്ക് അഖിൽ മാരാർ ഉണ്ടായിരുന്നു, മറ്റേ ഇവൻ നമ്മുടെ റോബിൻ ഉണ്ടായിരുന്നു, അങ്ങനെയുള്ള എല്ലാത്തിലും ജിൻഡോ ഉണ്ടായിരുന്നു, സാബു, എല്ലാത്തിനും ഒരാളെ ഒരു 50ാമത്തെ എപ്പിസോഡ് കഴിയുമ്പോൾ. അപ്പൊ ഇവര് ഈ കൊല്ലം എനിക്ക് തോന്നുന്നു ഇത് മാറ്റി പിടിച്ചിട്ട് അങ്ങനെ ഉണ്ടാവരുത്, ഒരു പേഴ്സണൽ ഫേവറേറ്റിനെ പിക്ക് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് അവര് കണ്ടന്റ്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ